Hello my dear students, welcome to Learner's World. In this video I talk about three unities. The three unities are unity of action, unity of place and unity of time. Then what is unity of action? A play should have one main action that it follows with no or few subplots. അപ്പോൾ യൂണിറ്റി ഓഫ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലേക്ക് ഒരു മെയിൻ ആക്ഷൻ ഉണ്ടായിരിക്കണം, അതിനെ ഫോളോ ചെയ്യുന്ന ഒരു സബ്പ്ലോട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് നോ ഓർ ഫ്യൂ സബ്പ്ലോട്ട് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ യൂണിറ്റി ഓഫ് പ്ലേസ്. A place should cover a single physical space and should not attempt to compress geography, nor should the stage represent more than one place. അപ്പോൾ യൂണിറ്റ് ഓഫ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ആ പ്ലേ ഒരു സിംഗിൾ ഫിസിക്കൽ സ്പേസ് മാത്രം കവർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് യൂണിറ്റി ഓഫ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡോൾസ് ഹൗസ് ആണെങ്കിലും അതുപോലെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് ഇതിലൊക്കെ ഒരു സിംഗിൾ പ്ലേസ് ആണ് കവർ ചെയ്യുന്നത്. Okay, then unity of time. The action in a play should take place over no more than 24 hours. Unity of time കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്ലേ അതായത് 24 ഹവറിന് മുകളിൽ ടൈം എടുക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് 24 ഹവറിൻ്റെ ഉള്ളിൽ ആ പ്ലേ കംപ്ലീറ്റ് ചെയ്യണം, ആ ഒരു ആക്ഷൻ ആ ഒരു പ്ലേയിലെ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഈ ഒരു യൂണിറ്റി ഓഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ആക്ഷൻ ഇൻ എ പ്ലേ ഷുഡ് ടേക്ക് പ്ലേസ് ഓവർ നോ മോർ ദാൻ 24 ഹവേഴ്സ്. അതായത് ഒരു പ്ലേയിലെ ആക്ഷന് 24 ഹവറിൽ കൂടുതൽ ടൈം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ഷേക്സ്പിയറുടെ. യൂണിറ്റി ഓഫ് ആക്ഷൻ. യൂണിറ്റി ഓഫ് ആക്ഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? അതായത് ഒരു മെയിൻ ആക്ഷൻ ഉണ്ടായിരിക്കണം, പക്ഷെ അതിന് സപ്ലോട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. വിത്ത് നോ ഓർ ഫ്യൂ സപ്ലോട്ട് എന്നാണ് യൂണിറ്റി ഓഫ് ആക്ഷനിൽ പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ആർതർ മില്ലറുടെ ദ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, അതുപോലെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. ദെൻ നെക്സ്റ്റ് യൂണിറ്റി ഓഫ് ടൈം. യൂണിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നത് 24 ഹവറിന് മുകളിൽ ഒരു പ്ലേയിലെ ആക്ഷൻ സമയമെടുക്കാൻ പാടില്ല, ആക്ഷന് സമയമെടുക്കാൻ പാടില്ല എന്നാണ് യൂണിറ്റി ഓഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഷേക്സ്പിയറുടെ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം. ദെൻ യൂണിറ്റി ഓഫ് പ്ലേസ്. യൂണിറ്റി ഓഫ് പ്ലേസ് എന്തായിരുന്നു? അതായത് ഒരു സിംഗിൾ ഫിസിക്കൽ സ്പേസിലാണ് ആ ഒരു പ്ലേയിലുള്ള ആക്ഷൻ കവർ ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു യൂണിറ്റി ഓഫ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഡോൾസ് ഹൗസ്, ഹെൻറി കിബ്സൻ്റെ ഡോൾസ് ഹൗസ്, അതുപോലെ സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്, ഇതൊക്കെ യൂണിറ്റി ഓഫ് പ്ലേസിന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടിൽ ഇൻ ഹിസ് പോയറ്റിക്സ് സ്പീക്സ് ഓഫ് ദി യൂണിറ്റി ഓഫ് പ്ലേസ് ഓർ ആക്ഷൻ. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സിൽ യൂണിറ്റി ഓഫ് പ്ലേസിനെ കുറിച്ചിട്ടും ആക്ഷനെ കുറിച്ചിട്ടും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ദ മോർ ഇലാബറേറ്റ് 3 യൂണിറ്റീസ് വെർ ഫോർമുലേറ്റഡ് ബൈ ദ ഫ്രഞ്ച് ക്ലാസിസ്റ്റ്. അപ്പോൾ ഫ്രഞ്ച് ക്ലാസിസ്റ്റുകളാണ് 3 യൂണിറ്റുകൾ എന്ന ആശയം, 3 യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം രൂപീകരിച്ചത് ഫ്രഞ്ച് ക്ലാസിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിൽ അദ്ദേഹം പരാമർശിക്കുന്നത് യൂണിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് യൂണിറ്റി ഓഫ് പ്ലേസ് ആണ്. അതിൽ നമുക്ക് ടൈം കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു 3 യൂണിറ്റീസ് ആക്കി ഇലാബറേറ്റ് ചെയ്തത് ഫ്രഞ്ച് ക്ലാസിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ദ ഐഡിയ ഓഫ് ദ യൂണിറ്റി ഓഫ് ടൈം വാസ് ഡിസ്കാർഡഡ് വിത്ത് ദ കമ്മിങ് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇൻ ഫ്രാൻസ് ആൻഡ് ഇറ്റലി. അപ്പോൾ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ വരവോടെ ഫ്രാൻസിലും ഇറ്റലിയിലും യൂണിറ്റി ഓഫ് ടൈം എന്ന ആശയം ഡിസ്കാർഡഡ് ആയി എന്നാണ്, അതായത് നിരാകരിക്കപ്പെട്ടു, നിഷേധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റ് നെവർ ടുക്ക് ദ 3 യൂണിറ്റീസ് സ്ട്രിക്ട്ലി. അപ്പോൾ ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റുകൾ ഈ 3 യൂണിറ്റീസ് കാര്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ദ വയലേറ്റഡ് ദ യൂണിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസ്. അവർ യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് എന്നിവ വയലേറ്റ് ചെയ്തു, ലംഘിച്ചു എന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റുകൾ.